അപ്പോൾ തമ്പാനൂരെ കാഴ്ച കണ്ടു, എറണാകുളത്തെ കാഴ്ച കണ്ടു. നമുക്കൊന്ന് വടക്കോട്ട് പോകാം. വി എസ് രഞ്ജിത്തുണ്ട് കോഴിക്കോട് നിന്നും തത്സമയം. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, എന്താണ് കോഴിക്കോട്ടെ പണിമുടക്കിന്റെ അവസ്ഥ? കോഴിക്കോട്ടും യാത്രക്കാരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? പണിമുടക്ക് പൂർണ്ണമാണോ കോഴിക്കോട്ടും? ഡോക്ടർ അരുൺ, പണിമുടക്ക് നേരത്തെ കുട്ടി അറിയിച്ചിട്ടുള്ളതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് എന്ന് പറയാൻ സാധിക്കില്ല. റോഡൊക്കെ കാലിയാണ്. നമ്മൾ നേരത്തെ പുതിയ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നോക്കിയിരുന്നു. അവിടെയൊക്കെ ബസ്സുകളൊന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല. സ്വകാര്യ വാഹനങ്ങളാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ സ്വകാര്യ വാഹനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകളെ എത്തിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ഓട്ടോ ചെറിയ തോതിൽ നേരത്തെ ഓട്ടോറിക്ഷ സർവീസ് നടത്തിയിരുന്നു. നിങ്ങളൊക്കെ എങ്ങോട്ട് പോകാനാ? മെഡിക്കൽ കോളേജ്. ബസ് വരുന്നു നോക്കുന്നുണ്ടോ? മെഡിക്കൽ കോളേജ് ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് സ്റ്റാഫുകളാണല്ലേ? മെഡിക്കൽ കോളേജ് സ്റ്റാഫുകളാണ്. ബസ് അറേഞ്ച് ഇല്ലില്ല, നമുക്ക് ആംബുലൻസ് ഉണ്ടാവും ചില സമയത്ത്. ആംബുലൻസ് ഉണ്ടെങ്കിലായി. ആംബുലൻസ് വരുന്നു വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളാണ്. അങ്ങനെ വളരെ അത്യാവശ്യമുള്ള എമർജൻസി സർവീസുകളുള്ള ആളുകളും അതുപോലെ ആശുപത്രിയിലൊക്കെ പോകേണ്ട ആളുകളും മാത്രമാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില സ്വകാര്യ വാഹനങ്ങളൊക്കെ നേരത്തെ ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഓട്ടോറിക്ഷകൾ ഇപ്പോൾ ഈ നിരത്തിലൂടെ തന്നെ നോക്കിയാൽ നമുക്ക് ചില ഓട്ടോറിക്ഷകളൊക്കെ ഓടുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ചേട്ടാ, സർവീസ് ഉണ്ടോ? ഇല്ല, നമ്മൾ താൽക്കാലികമാണ്. പ്രശ്നങ്ങളുള്ള സമയം വരെ ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷകളൊക്കെ ചിലരൊക്കെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഓടാം എന്ന് കരുതി നിരത്തിലിറങ്ങിയ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോ കിട്ടുന്നുണ്ട്. സെയിം പ്രൈസ് ആണ്, ചീറ്റിംഗ് ഒന്നും ഇല്ല. ഇല്ല സെയിം റേറ്റ് ഓട്ടോ ഓടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നല്ല സഹകരണം. ബെസ്റ്റ് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് വന്നാണ്. ഇന്നലെ കൊടുത്ത 30 റുപ്പീസിനാണ് ഇന്നും വാങ്ങിയത്. അമിത ചാർജ് ഒന്നും ഇല്ല. നല്ല വരുന്നത്. ഞാൻ തിരുവനന്തപുരം. നല്ല സഹകരണം. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ആൾക്കാരാണ്. കോഴിക്കോട്ട് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട്. അധിക ചാർജ് ഒന്നും വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ. ശരി, ഓക്കെ. അപ്പോൾ അതും വളരെ മാന്യമായിട്ടാണ് കോഴിക്കോട്ടും സർവീസ് നടത്തുന്നത്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ജനം ഇപ്പോൾ ഇല്ല. ഇന്ന് ഡയസ്ഡോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ദിവസത്തെ ശമ്പളം കിട്ടില്ല എന്ന് മാത്രം. ഒരുപാട് വലഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ട് വലഞ്ഞിട്ടുമില്ല. യാത്രക്കാർക്ക് അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സംവിധാനം ബദൽ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ചതായതുകൊണ്ട് തന്നെ ആളുകൾക്കറിയാം. ഇന്നലെ തന്നെ നമ്മൾ ഈ വാർത്തകളൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നു. ആളുകളൊക്കെ കരുതിക്കൂട്ടി തന്നെയാണ് വരുന്നത്. ചിലരൊന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ നടത്തുന്നുമില്ല. എല്ലാവരും വീട്ടിലുണ്ട്. മൊത്തത്തിലൊരു പണിമുടക്കിന്റെ ആലസ്യമുണ്ട്.